ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കാനഡയിലെ ഇന്ത്യൻ വംശജരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി വിദേശകാര്യ മന്ത്രാലയം. പാലക്കാട് പനയമ്പാടത്തെ അപകടസ്ഥലം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് സന്ദർശിക്കും. സിനിമാ പ്രദർശനത്തിനിടെയുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. അപകടം തെലങ്കാന സർക്കാരിന്റെ മോശം ക്രമീകരണങ്ങളുടെ ഉദാഹരണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി വനിതകളുടെ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകും. ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ പകർപ്പാണ് ഭരണഘടനയെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തെ പൌരന്മാരെ സംരക്ഷിക്കുന്ന പടച്ചട്ടയാണ് ഭരണഘടനയെന്ന് കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിന്റെ ആത്മാവാണ് ഭരണഘടനയെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. രാജ്യസഭയിൽ ഈ മാസം 16, 17 തീയതികളിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച രാജ്യസഭയിൽ മറുപടി നൽകും. ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക, വളർച്ചയും വികസനവും വേഗത്തിലാക്കുന്നതിന് സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2022 ജൂണിൽ ധരംശാലയിലും തുടർന്ന് 2023 ന്യൂഡൽഹിയിലും സമ്മേളനം നടത്തിയിരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാകുമാര ദിശനായകെ നാളെ ഇന്ത്യയിലെത്തും. ശ്രീലങ്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ദിശനായകയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളെ അറിയിച്ചു. സന്ദർശനത്തിനിടെ ദിശനായകെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. സിറിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച 77 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ജനാധിപത്യത്തിലൂന്നിയുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബംഗ്ലാദേശിനുള്ള ഇന്ത്യയുടെ പിന്തുണ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി തന്റെ ബംഗ്ലാദേശ് സന്ദർശനവേളയിൽ ഉയർത്തിക്കാട്ടിയതായും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. കാനഡയിലെ ഇന്ത്യൻ വംശജരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യൻ എംബസി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. Safety and security and welfare of Indian nationals, in particular students, for us in Canada and elsewhere is a matter of paramount importance. Our High Commission in Ottawa and our consulates are in regular touch with local authorities for their welfare and for their safety. We have also issued advisory for our nationals and our students to exercise extreme caution and remain vigilant in view of the deteriorating security environment in Canada as a result of the growing incidence of hate crimes and criminal violence. കനേഡിയൻ പൌരന്മാർക്ക് ഇന്ത്യ വിസ അനുവദിക്കുന്നത് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് കനേഡിയൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡയിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ശ്രീ ജയ്സ്വാളിന്റെ പ്രതികരണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോർച്ചുഗൽ വിദേശകാര്യമന്ത്രി പൌലോ റേഞ്ചലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശുദ്ധ ഊർജ്ജം, സാങ്കേതികവിദ്യ, ഡിജിറ്റൽ, പൈതൃകം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ചർച്ച നടന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. പശ്ചിമേഷ്യ, യുക്രൈൻ, ഇന്തോ പസഫിക് മേഖലയിലെ വിവിധ വിഷയങ്ങളും ചർച്ചയായി. ദേശീയപാതയിലെ സുരക്ഷയ്ക്കായി അത്യാധുനിക പെട്രോളിംഗ് വാഹനങ്ങൾ അവതരിപ്പിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. റൂട്ട് പെട്രോളിംഗ് വെഹിക്കിൾസ് അഥവാ RPVകൾക്ക് രാജ്മാർഗ് സാഥി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ എത്രയും വേഗം പ്രതികരിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് ഇവ പ്രവർത്തിക്കുകയെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം അറിയിച്ചു. AI ഡാഷ്ബോർഡ് ക്യാമറകളും ഇവയുടെ പ്രത്യേകതയാണ്.
ഹൈദരാബാദിലെ തിയേറ്ററിൽ പുഷ്പ 2ന്റെ പ്രീമിയർ പ്രദർശനത്തിനിടെ ഉണ്ടായ അപകടം സംസ്ഥാനത്തിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും മോശം ക്രമീകരണങ്ങളുടെ ഉദാഹരണമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തെലങ്കാന സർക്കാർ ദുരിതബാധിതരെ സഹായിക്കണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇന്നലെ അറസ്റ്റിലായ അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. അല്ലു അർജുൻ അല്പം മുൻപ് ജയിൽ മോചിതനായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചിയിൽ ആധുനിക നിലവാരത്തിൽ ഒരുക്കിയിരിക്കുന്ന എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 1.63 ഏക്കർ സ്ഥലത്ത് 4 നിലകളിലായാണ് മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ MP രാജേഷ്, P രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചി കോർപ്പറേഷനു വേണ്ടി കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡാണ് പദ്ധതി നടപ്പിലാക്കിയത്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനമായ ഇന്ന് 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിന്റെ പ്രദർശനം വൈകുന്നേരം 3 മണിക്ക് ന്യൂ തിയേറ്ററിൽ നടക്കും. പെരുമാൾ മുരുകന്റെ ചെറുകഥയെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രമായ അങ്കമാൾ വൈകുന്നേരം 6 മണിക്ക് കൈരളി തിയേറ്ററിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. നോറ മാർട്ടിനോഷ്യൻ സംവിധാനം ചെയ്ത ഷുഡ് ദ വിൻഡ് ഡ്രോപ്പ് കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ രാവിലെ 9:30 നില തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ആൻ ഓസിലേറ്റിംഗ് ഷാഡോ, ദ ഹൈപ്പർബോറിയൻസ്, ബോഡി, അപ്പുറം, ലിൻഡ, എൽബോ എന്നീ ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിക്കും. പാലക്കാട് പനയമ്പാടത്ത് അപകടസ്ഥലം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് സന്ദർശിക്കും. മരിച്ച വിദ്യാർത്ഥിനികളുടെ വീടുകളും മന്ത്രി സന്ദർശിക്കും. അപകടസ്ഥലത്ത് വകുപ്പുതല ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് ഇന്നലെ ചേർന്ന അടിയന്തര യോഗത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി വനിതകളുടെ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6-ന് മസ്കറ്റിലാണ് മത്സരം. പൂൾ എയിൽ തായ്ലൻഡിനെ എതിരില്ലാത്ത 9 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചത്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് ഹൈദരാബാദിൽ തുടക്കം. നാളെ രാവിലെ ഗോവയ്ക്കെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 12 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി പോരിനിറങ്ങുകയാണ്. 78ാമത് സന്തോഷ് ട്രോഫിയുടെ കിരീടാവകാശം ഉറപ്പിക്കാൻ ഗ്രൂപ്പിലെ 4 ടീമുകൾ ക്വാർട്ടറിലേക്ക് മുന്നേറും. നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസും 32 തവണ സന്തോഷ കപ്പടിച്ച പശ്ചിമ ബംഗാളും വടക്ക് കിഴക്കൻ കരുത്തരായ മണിപ്പൂരും ഉൾപ്പെട്ട ഗ്രൂപ്പ് എ അല്പം കടുത്തതാണ്. ഗോവയും തമിഴ്നാടും മേഘാലയയുമാണ് കേരളത്തിന്റെ ഗ്രൂപ്പിലെ കരുത്തർ. നാളെ ഗോവയെ നേരിടുന്ന കേരളം നിറയെ പ്രതീക്ഷയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ബംഗളൂരു FC ഗോവയുമായി ഏറ്റുമുട്ടും. 18ാമത് ലോക ചെസ് ചാമ്പ്യൻ പട്ടം ഇന്ത്യൻ താരം ഡി ഗുകേഷ് ഏറ്റുവാങ്ങി. സിംഗപ്പൂരിൽ ഇന്നലെ നടന്ന സമാപന സമ്മേളനത്തിൽ ലോക ചാമ്പ്യൻ മെഡലും ട്രോഫിയും ലോക ചെസ് ഫെഡറേഷൻ പ്രസിഡന്റിൽ നിന്നുമാണ് ഗുകേഷ് കിരീടം ഏറ്റുവാങ്ങിയത്. ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ്. ബ്രിസ്ബെയിനിലെ ഗബ്ബയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് 3ാം ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം മഴ മൂലം കളി തടസ്സപ്പെട്ടു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയരായ ഓസ്ട്രേലിയ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 28 റൺസ് നേടിയിട്ടുണ്ട്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഓരോ കളികൾ വിജയിച്ച് സമനിലയിലാണ്. ലോക സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് ഇന്ത്യൻ പുരുഷ ടീം ആതിഥേയരായ ഹോങ്കോങ് ചൈനയെ നേരിടും. ഇന്നലെ നടന്ന പ്ലേ ഓഫിൽ ഇന്ത്യ ജർമ്മനിയെ 2-0 പരാജയപ്പെടുത്തിയിരുന്നു. അതേസമയം ഇന്ത്യൻ വനിതാ ടീം അവസാന മത്സരത്തിൽ ഇന്ന് ഫ്രാൻസിനെ നേരിടും. പ്ലേ ഓഫിൽ 7 തവണ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനോട് 3-0 പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കാനഡയിലെ ഇന്ത്യൻ വംശജരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി വിദേശകാര്യ മന്ത്രാലയം. പാലക്കാട് പനയമ്പാടത്തെ അപകടസ്ഥലം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് സന്ദർശിക്കും.
സിനിമാ പ്രദർശനത്തിനിടെയുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. അപകടം തെലങ്കാന സർക്കാരിന്റെ മോശം ക്രമീകരണങ്ങളുടെ ഉദാഹരണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി വനിതകളുടെ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.